കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി വിട്ടില്ല. അവർ കീഴടക്കാൻ പോണ ദേശങ്ങളിലെ ജനങ്ങളുടെ വലിപ്പവും അവിടുത്തെ കൃഷിയും അവിടുത്തെ കോട്ടകളും സൈന്യവും തങ്ങൾക്ക് അവരെ കീഴടക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഒരു സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി മോസസ് വിടും. അപ്പോൾ മോസസ് വിടുമ്പോൾ അത് ഇവർ കാനാൻ ദേശത്തൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് പേടിച്ച് വരണ്ട് ഇവരിവിടെ വരും. എന്നുവെച്ചാൽ പറയും രാക്ഷസന്മാരാണ് അവിടെ ഉള്ളത്, അനാർക്കിൻ്റെ സന്താനങ്ങൾ അവിടെ ഉണ്ട്. അനാർക്ക് മല്ലനാണ്. പണ്ട് മല്ലന്മാർക്ക് പുരാതന മല്ലന്മാരുണ്ടല്ലോ ബൈബിളിൽ. അപ്പോൾ 8 അടി 9 അടിയൊക്കെ ഉള്ള മനുഷ്യർ, അത്തരം മനുഷ്യരെ അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ വിട്ടിലാണെന്നാണ് തോന്നിയത്. അവർക്കും അങ്ങനെ തോന്നിക്കാണുമെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ. ഈ വിട്ടിലൊക്കെ എവിടെ പോകണമെന്ന് പിടിച്ചു തീരാൻ പറ്റില്ല, പേടിയാണെന്ന്. അപ്പോൾ നമുക്കത് അവിടെ അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കലേബ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയണത്? അടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യോഗ്യതയുടെ വിഷയമാണ്. ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, പക്ഷേ ഗ്രേസിൽ വർക്ക് ചെയ്യും. കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ച് തരുമെന്ന്. അതാണ് സംഭവം. അപ്പം നിനക്ക് അടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ ഒരു സാക്ഷ്യം പറഞ്ഞ്. അരുണിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ അരുൺ ഒരു എൻജിനീയർ, അവൻ ഉടമ്പടി കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ വചനങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രവൃത്തി എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അവനെ തൽക്കാലത്തേക്ക് ഒരു ഓവർസിയർ സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ നിയമിച്ച് കഴിയുമ്പോൾ മദ്രാസിലെ ആ കമ്പനിയുടെ അപ്പുറത്ത് R&D എന്നും പറഞ്ഞ് വേറൊരു സെക്ഷനുണ്ട്. അവിടെ ആർക്കും പോകാൻ പറ്റത്തില്ല. അരുൺ വർക്ക് ചെയ്യുന്നത് ഒരു സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ. ആ കമ്പനിയുടെ ഓപ്പോസിറ്റായിട്ട് R&D എന്നും പറഞ്ഞൊരു വലിയ ഹെഡിങ് എഴുതിയിട്ടുണ്ട് അവിടെ. അത് ഭയങ്കര പ്ലാന്റാണ്, റിസർച്ച്. അതായത് അവിടെ ചെല്ലാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഇവൻ പറയും, കർത്താവിനോട് പറയും, കർത്താവേ എനിക്കവിടെ പോകണമല്ല എന്ന് പറയും. ഞാനൊത്തിരി കൊതിച്ചിട്ടുണ്ട്. അവൻ എൻജിനീയറല്ലേ, അപ്പോൾ എനിക്കവിടെ പോകണം. പക്ഷേ എനിക്കവിടെ പറയാനോ ചോദിക്കാനോ അവിടെ കൊണ്ട് എത്തിക്കാനോ മെറിറ്റ് എനിക്കില്ല. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയും. ഉടനെ R&D എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. അത് ഉന്നതമായ ശമ്പളത്തിൽ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണത്. ഒറ്റ മാസം കൊണ്ട് അവന് അരുണിന് കർത്താവ് അവിടെ ജോലി കൊടുക്കും. അത് നമ്മൾ ഞെട്ടിപ്പോവാൻ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാക്ഷ്യമാണ്. അവൻ ആഗ്രഹിച്ച് ഈ ബോർഡ്, ഇപ്പം ഞാനും പറയണം, ഈ ബോർഡ് അവനെ കാണിച്ചത് കർത്താവാണ്. കാര്യം എന്താണ്? നീ കാണിക്കുന്ന ജനതയെ ഞാൻ നിനക്ക് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്രാന്തമല്ല, മറിച്ച് അവൻ്റെ കലിബർ അനുസരിച്ച് അവനെ കിട്ടാനുള്ള അവകാശമുള്ള ഇടമാണത്. അപ്പം അത് അവൻ ആഗ്രഹിക്കുന്നത് കർത്താവിലാണ് ആഗ്രഹിക്കുന്നത്. അതായത് അപ്പോൾ അനാർക്കിൻ്റെ മല്ലന്മാർ, വലിയ എൻജിനീയർമാരായിട്ടുള്ള മല്ലന്മാരാണത് കൈകാര്യം ചെയ്യണത്. ഇവൻ അവിടെ അശുവാണ്. പക്ഷേ അവൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ അവിടെ R&D വർക്ക് ചെയ്യാൻ കർത്താവ് അവന് ഒറ്റ മാസം കൊണ്ട് അവസരം കൊടുക്കണത്. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് രണ്ടാമത് കേൾക്കണം, നല്ലതായിരിക്കും തോന്നണം. കാര്യം ബൈബിളിൽ അന്ന് പറഞ്ഞത് തന്നെയാണ് ബൈബിൾ ഇന്നും പറയണത്, മാറ്റി പറയത്തില്ല. ബൈബിളിൻ്റെ ഗുണം അതാണ്. അതുകൊണ്ട് 22:6 നടപടി വെളിപാടിൻ്റെ പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു. ഏറ്റവും പറഞ്ഞേ, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങള് വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പൊ വചനം ഒരിക്കലും മാറ്റി പറയത്തില്ല. അന്ന് 4000 കൊല്ലം മുമ്പ് എന്ത് പറഞ്ഞു അത് തന്നെ ഇപ്പോഴും പറയണത്. അനാർക്കിന് പകരം എഞ്ചിനീയർ ആണെന്നേ വ്യത്യാസമുള്ളൂ. കാലം മാറുമ്പോഴുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ വലിയ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരായിരുന്ന മല്ലന്മാരുടെ സ്ഥലത്താണ് ഇവന് ഓഹരി വേണമെന്നാണ് ഇവൻ പറയണത്. ഇവൻ്റെ യോഗ്യത എന്താണ്? അവൻ്റെ യോഗ്യത ഉടമ്പടി മാത്രം. കൈയിടിച്ച് കർത്താവേ
ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൃപമതിനാഥ കൃപമതിനാഥ നിൻ കൃപയിൽ ജീവിക്കാം എന്നും. കൃപമതിനാഥ കൃപമതിനാഥ നിൻ കൃപയിൽ ജീവിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അരുണ്ട ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡിലാണ്. 33:14 പറഞ്ഞില്ലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ, വേറെവർ യു ഗോ, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വന്ന് ഈശോ വാങ്ങിച്ചു കൊടുത്തൊരു ജോലിയാണത്. അതിനെക്കുറിച്ച് അവൻ കോൺഫിഡൻഷ്യലാണ് ആ കാര്യത്തിൽ. പക്ഷേ എന്താണ്, അന്ന് തന്നെ ഈ വചനത്തെക്കുറിച്ച്, ഈ വചനം ആദ്യം രൂപപ്പെട്ട് വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. മോസസ് ഉടനെ, ഇത് മോസസിൻ്റെ ചെവിയിലെത്തുമ്പോൾ മോസസ് ഉടനെ പറയും ദൈവത്തോട്, ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് മോസസ് പറയും. എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്നാണോ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ, ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന് കൈയിട്ടിച്ച് കർത്താവ്. ഹല്ലേലൂയ. 33:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:16 അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, ഏറ്റു പറഞ്ഞ്, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഉടമ്പടിയിലൂടെ ഞങ്ങളെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് ഉന്നതന്നീ അത്യുന്നതന്നീ നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതന്നീ അത്യുന്നതന്നീ നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമായി എന്തുകൊണ്ടാണ് കലേബ് അങ്ങനെ പറയണത്? എല്ലാവരും പറഞ്ഞ മല്ലന്മാരും നമ്മളെ വെട്ടിലിനെ പോലെ പിടിച്ചു തിന്നുമെന്ന് പറയുമ്പോൾ പേടിച്ചു. നമുക്കും പേടിയുണ്ടാകത്തല്ലേ? സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ചിരിച്ചു പോയി. സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ കൈയും കാലും പെട്ടാൻ വേണ്ടി അവിടെ കളഞ്ഞിപ്പുണ്ട്. അപ്പോൾ വെളുപ്പിനെയൊക്കെ പേടിയാണ്. നാളെ രാവിലെ വെളുപ്പിന് സ്ഥലം ഇളക്കലാണ്. അപ്പോൾ കൈയും കാലും പെട്ടാൻ വേണ്ടി അവിടെ അളക്കാതെ നിൽക്കുകയാണ്. വെളുപ്പിന് എങ്ങനെ പോകും എന്നും പറഞ്ഞ് വിറച്ച് തെല്ലി ആണ് കിടക്കണത്. വെളുപ്പിനായപ്പോൾ ഒരു സ്വപ്നം, മാതാവ് അളവ് ചങ്ങലയും പിടിച്ച് നിൽക്കണം. മാതാവേ! അപ്പോൾ ഇവിടെ എഴുന്നേറ്റപ്പം തന്നെ ചാടി ഫ്രഷായി നേരെ പോയി. എന്താണ്? എൻ്റെ അമ്മ അവിടെ എനിക്ക് മുമ്പേ അളക്കാൻ ചെന്നിരിക്കുന്നു. കൈയിടിച്ച് നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കലേബാണ് ഇവിടെ ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നത്. വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മുട്ട് തല്ലിപ്പോയി, കൈവറച്ച് പോയി, നാക്കിറങ്ങിപ്പോയി. ഞങ്ങൾ പോകത്തില്ല, അവർ നമ്മളെ കൊന്നുകളയും, വിട്ടിലിനെ പോലെ തിന്നുകളയെന്ന് പറയുമ്പോൾ കലേബ് പറയും,
നോ. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ, എത്ര മല്ലന്മാരായാലും ശരി, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെന്ന് പറയും. ഇതിനെക്കുറിച്ച് പിന്നീട് സംഖ്യയിൽ മോസസ് പറയും, കലേബിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് ഡിഫറെൻറ്റ് ആൻഡ് വി ആർ ടുവേഴ്സ് ദാറ്റ് സ്പിരിറ്റ്. കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നെന്ന്. വ്യത്യസ്തം, ഡിഫറെൻറ്റ്. സംഖ്യാപുസ്തകത്തിലുള്ളതാണ്. സംഖ്യാപുസ്തകം 14:24. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. 14:24. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞോ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. വായിച്ചോളൂ. സെയിം പാരഗ്രാഫ് വായിച്ചോളൂ. സംഖ്യ 14:24. അവന്റെ സന്തതികൾ, പറഞ്ഞ അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പണ്ട് മോസസ് പറഞ്ഞില്ലേ കർത്താവിനോട്, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, 33:16 പുറപ്പാട് പുസ്തകം 33:16 എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അത് തന്നെയല്ല മോസസ് ഇപ്പോഴ് കലേബിനെ കുറിച്ച് പറയണത്. മറ്റാരെയും അന്ന് ഒറ്റുനോക്കാൻ പോയപ്പോഴേ വിറസല് വീണ ആൾക്കാരെ ആർക്കും അവകാശം കൊടുത്തില്ല. സ്വന്തം മെരിറ്റിൽ ആശ്രയിച്ചവർക്ക് അവകാശമില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? അവർക്ക് അവകാശമില്ല. കലേബ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. ദൈവം ഏൽപ്പിച്ചു തരാൻ പോകുന്ന ജനതയെ കണ്ടപ്പോഴേ വിറച്ച് അവരെ കീഴടക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിശ്വസിച്ചവർക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച കലേബ്, the spirit that led Caleb was different. അവനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. അതാണ് മോസസ് പറയണത്, അങ്ങ് ഞങ്ങളെ കൂടെ വന്നാൽ. അപ്പം എന്താ സംഭവിച്ചത്? ഒറ്റുനോക്കാൻ പോയപ്പോഴേ എങ്ങനെയാണ് കാനാൻ ദേശം ഏൽപ്പിച്ചു കൊടുത്തത്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ വാക്ക് പാലിച്ചതാണ്. അവൻ അവരുടെ കൂടെ പോയതാണ്. എൻ്റെ ദൈവമേതല്ലേ, അവൻ്റെ വാഗ്ദാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിന്റെ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവ് നിന്റെ കൂടെ വരും. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്.
ഒരു നിമിഷം മൗനമായി. ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലായിരിക്കുന്നവരും കർത്തൃസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ആ സാന്നിധ്യം ഓരോ മക്കൾക്കും സംലഭ്യമാക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നല്ലവനായ യേശുവേ, അങ്ങയുടെ അനുഗ്രഹത്തെക്കാൾ വലുതാണ് അങ്ങയുടെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ സൗഖ്യമാക്കണമേ. നിന്റെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ഉദരോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സൗഖ്യത്തിലേക്ക് അറിയിക്കണമേ. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം നടുവേദനയുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, നടുവിന് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ സ്പർശിക്കണേ. കർത്താവേ, കുരിഞ്ഞോ നിവരാനോ കിടക്കാനോ തിരിയാനോ അറിയാനോ പറ്റാതെ അസ്ഥികളുടെ വേദനകളും ദ്രവിപ്പുള്ളവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗികളും അസ്ഥിക്കുഴകൾ വിഷമമുള്ളവരും വേദനിക്കുന്നവരും നടുവേദനയുടെ രോഗികളും ഈ നിമിഷം യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം തൈറോയ്ഡ് രോഗികളുടെ മേൽ തൊണ്ടയിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊണ്ടയിൽ തൈറോയ്ഡ് രോഗങ്ങളുള്ളവരെ, തൈറോയ്ഡ് ക്യാൻസർ ഉള്ളവരെ കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകഴുത്തിന് വേദനയുള്ളവരെ, ഇടുപ്പലിന് വേദനയുള്ളവരെ എല്ലാ സന്ധിബന്ധങ്ങളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ മാംസപേശികളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവേ, ബ്രസ്റ്റ് ക്യാൻസർ മൂലം കർത്താവേ വേദനപ്പെടുന്നവരെ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധമായ രക്തം ബ്രസ്റ്റിൻ്റെ എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ ക്യാൻസർ രോഗികൾ യേശുനാമത്തിൽ സ്നാനം ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ വിശുദ്ധ രക്തം ഉള്ളം കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം.
സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വെള്ളപ്പാണ്ടുള്ളവരെ, ശരീരത്തില് ചിരങ്ങും ചൊരികളുമുള്ളവര്, ത്വക്ക് രോഗമുള്ളവര്, വിസർപ്പ രോഗികള്, സോറിയാസിസ് രോഗികള്, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ മക്കളെ സ്നാനം ചെയ്യിക്കണമേ. കർത്താവേ, പ്രഭാഷകനിലൂടെ കർത്താവ് 16:12 പ്രാർത്ഥിക്കുന്ന മരുന്ന് ലേവനുമല്ല, അങ്ങനെ വച്ചരമാണ് മക്കൾ സുഖപ്പെടുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അവിടുത്തെ വിശുദ്ധമായ രക്തത്തിൻ്റെ സ്നാനത്താൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഉദരാശയത്തിൽ വേദനയുള്ളവരെ പൊക്കിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഉദരാശയത്തിൽ വേദനയുള്ളവർ, ഗർഭാശയത്തിൽ വേദനയുള്ളവർ, സിസ്റ്റുള്ളവർ, ഫെല്ലോപ്പട്ട ട്യൂബ് ബ്ലോക്കായിരിക്കുന്നവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, അണ്ടവാഹിനിയിൽ സിസ്റ്റമുള്ളവർ, അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവർ ഒക്കെ അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കൾ ഇല്ലാത്തവർ അടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അമ്മ, പരിശുദ്ധ അമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറെ അങ്ങ് ജീവനോടെ ജ്വലിച്ച് ദിവ്യകാരുണ്യമായി ഉയർന്നു നിൽക്കുന്ന ആരാധ്യമായ നിമിഷങ്ങളിൽ ദൈവകൃപ മഴയായി ചൊരിയട്ടെ, ദൈവകൃപ മഴയായി ചൊരിയട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എല്ലാ ആമാശയ രോഗങ്ങളും, കുടൽ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ആർസസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കരൾ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, കളർ വ്യത്യാസമുള്ളവരെ, വീക്കമുള്ളവരെയും സ്പർശിക്കണമേ. ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. ബ്രെയിൻ ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. കർത്താവെ, കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണം. കർത്താവെ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ, നിന്റെ വിശുദ്ധമായ വലംകരങ്ങളാൽ ചുരുങ്ങിപ്പോകുന്ന മുഴുവൻ അവയവങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലതുകരം പതിക്കട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനസ്സിൽ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ വിളിച്ചു പറയാത്ത രോഗങ്ങളെ ഓർത്ത് സമർപ്പിക്കേണ്ടതാണ്. അസ്ഥിഉരുക്കമുള്ളവർ, അറിയാതെ മൂത്രവും മലവും രക്തവും ഒക്കെ പോകുന്നവർ, സ്രാവരോഗികൾ, കൺട്രോളില്ലാതെ പോകുന്നവർ, അവരെല്ലാം അടിവയറ്റി കൈവച്ചുകൊണ്ട് കർത്താവിൻ്റെ കണ്ണീരോടെ അവിടെ സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂത്രത്തിന് പകരം പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ ഉപയോഗിക്കുന്നവർ,
കിടപ്പിലായപ്പോൾ രോഗികളെ ഇപ്പോൾ ഓർത്ത് കർത്താവിൻ്റെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് കൈയേൽപ്പിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, മുടിക്കൊഴിഞ്ഞു പോകുന്നവരെ ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് പ്രഷർ പോകുന്നവരെ, കുറയുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, കടുത്ത ഷുഗർ രോഗികളെയും പ്രഷർ രോഗികളെയും സ്പർശിക്കണമേ. കർത്താവേ, ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ. കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യാഘാതം ദീപികമായ ശക്തി മാരക രോഗങ്ങളെ എടുത്തു മാറ്റട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 സത്യയം തുടേ സുഖമായി എന്നിയുള്ളം. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ കണ്ണ് തുറന്ന് നോക്കി നിങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ജാഗ്രത പാലിക്കുക. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരെ, ഏജ് ഓവറായിപ്പോയതിൻ്റെ പേരിൽ തിരിച്ച് വിളിക്കാത്തവരെ, കർത്താവ് വിസയ്ക്കെടുത്ത് പോയിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ അകപ്പെട്ടു പോയവരെ, 3 പ്രാവശ്യം പുതുക്കിയതിന് ശേഷം ഇപ്പോൾ വീട്ടിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണത്തിനുള്ള കാശ് വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഈ സെപ്റ്റംബർ ഇൻടേക്കിന് കിട്ടാത്ത അഡ്മിഷൻസ് ജനുവരി ഇൻടേക്കിലേക്ക് വെച്ചിരിക്കുന്നത് എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ, ജോലി കിട്ടിയതിന് ശേഷവും പല ടെക്നിക്കലായുള്ള സർവീസ് നിയമപരമായ പ്രശ്നങ്ങൾ വിഷമിക്കുന്നവരെ അവരെല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അർഹതപ്പെട്ട പണം പെൻഷനായാലും മറ്റു വിധത്തിലായാലും കൈമോശം വന്നതും മറ്റുള്ളവർക്ക് കൊടുത്തതും കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിച്ച് നിത്യവൃത്തി പോലെ വിഷമിക്കുന്ന ആൾക്കാരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ കടങ്ങളിൽ പെട്ടിരിക്കുന്നവരെ, വലിയ കടങ്ങളുടെ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതിൻ്റെ പേര് സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, സ്ഥലം വിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരെ, പാകോടമ്പടി നടക്കാത്തവരെ, പാകോടമ്പടി നടക്കാൻ സാങ്കേതികമായ നിയമ തടസ്സമുള്ളവരെ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹ തടസ്സമുള്ളവരെ, വിവാഹം നടക്കാത്തവരെ, വിവാഹം നടക്കുന്ന തടസ്സങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചും കർത്താവേ, കേസിലകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ, വിദേശത്തും സ്വദേശത്തും ജയിലിൽ കിടക്കുന്നവരെ, അവിടെ കണ്ണുനീര് നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എല്ലാ ചങ്ങലകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിത ദുരിതങ്ങൾ, ജീവിത സഹനങ്ങൾ, സാങ്കേതിക കുരുക്കുകൾ എല്ലാം സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.